നമസ്കാരം. ഉത്തരം ചാനലിലേക്ക് സ്വാഗതം. കടം എടുത്തിട്ടുള്ളവർ, ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കടം എടുത്തിട്ട് അതിൻ്റെ പലിശ അടയ്ക്കാൻ നിങ്ങൾ കടമെടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ നാളെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതായത് മറ്റ് ഒരു ചാനലുകളും ചെയ്യാത്ത വിഷയങ്ങൾ എടുത്തിട്ട് അതിനെപ്പറ്റി ചോദ്യങ്ങളും ഉത്തരമെന്നാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ പ്രശസ്തരും അപ്രശസ്തരുമായിട്ടുള്ള നിരവധി ബൗദ്ധിക നിലവാരം തീർച്ചയായിട്ടും എബോവ് ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ, അവർ പ്രശസ്തരായാലും അല്ലെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരോട് ഞങ്ങൾ ചോദ്യം ചോദിക്കും. അതിനുള്ള ഉത്തരം അവർ തരും. ഓക്കെ. അപ്പോൾ അതുകൂടാതെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ തന്നെ ഉത്തരം പറയും. അപ്പോൾ അങ്ങനെ ഉത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഈ ചാനലിൽ വരാൻ പോകുന്നത്. ഇന്ന് ജൂൺ 20, 2025 ജൂൺ 20. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് വളരെ യാദൃശ്ചികമായിട്ട് വന്നതാണ്, ആക്സിഡൻ്റലായിട്ട് വന്നതാണ്. വലിയൊരു കോയിൻസിഡൻസ് പോലെ വന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇന്ന് രാവിലെ ഞാൻ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മൊത്തം കടം നോക്കിയപ്പോൾ കൃത്യം $37 ട്രില്യൺ ആയി. $37 ട്രില്യൺ, ഏകദേശം 3200 ലക്ഷം കോടി രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഇന്ന് കടന്നിരിക്കുന്നു. അതായത് $37 ട്രില്യൺ എന്നുള്ള ആ മാർക്ക് കടന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ നമ്മുടെ ചാനലുകളൊക്കെ കാണിക്കുന്ന ചർച്ചകളും അന്തിചർച്ചകളും ഒക്കെ തന്നെ ഞങ്ങൾ പറയുന്നത് ഏതാണ്ട് 99% മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അല്ല അവർ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഏറ്റവും ഉദാഹരണത്തിന് നബാർഡിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിലെ 65% കുടുംബങ്ങളും കടക്കെണിയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കടമെടുത്ത തുകയുടെ പലിശ അടയ്ക്കാൻ അവർക്ക് കടമെടുക്കേണ്ടി വരുന്നു. അതാണ് കടക്കെണി എന്ന് പറയുന്നത്. പക്ഷേ നബാർഡിൻ്റെ കണക്കിൽ വരുന്നത് ഈ നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും സഹകരണ ബാങ്കുകളുടെയും കയ്യിൽ നിന്ന് കടം എടുത്ത തുകയുടെ കണക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 65% എന്നുള്ളത് വന്നിരിക്കുന്നത്. അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട നബാർഡിൻ്റെ കണക്കാണത്. 65% മലയാളി കുടുംബങ്ങളും കടക്കെണിയിൽ. പക്ഷേ അത് ഔദ്യോഗികമാണ്. അനൗദ്യോഗികമായിട്ട് ഈ നാടൻ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് കടമെടുത്ത കുടുംബങ്ങളുടെ
കണക്ക് ഇതിൽ പെടുന്നില്ല. അതും കൂടെ കൂട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിഭീകരമായ ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രശസ്തരും അപ്രശസ്തരുമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കും, ഇതിനെന്താണ് ഒരു പരിഹാരം? അപ്പോൾ അവർ പറയുന്ന ഉത്തരം എന്താണ്? ഞങ്ങൾ പറയുന്ന ഉത്തരം എന്താണ്? അപ്പോൾ അങ്ങനെ ഉത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും പൊതുവെ ഇതിനകത്ത് വരുന്നത്. എന്തായാലും ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മിക്കവാറും എല്ലാ വീഡിയോകളും വളരെയധികം ദൈർഘ്യമേറിയ, അതായത് ഏകദേശം 15 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ നീളുന്ന വീഡിയോകളായിരിക്കും ഇതിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബോറടിപ്പിക്കുന്ന ഒരു ചാനലായിട്ട് ഇത് മാറുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, വേറെ ഒരു ചാനലും, ഒരുപക്ഷെ ലോകത്തിൽ ഒരു ചാനലും കൈകാര്യം ചെയ്യാത്ത വിഷയമാണിത്. കടത്തെക്കുറിച്ച്, കടം പെരുകുന്നതിനെക്കുറിച്ച് നിരവധി വീഡിയോകൾ വരുന്നുണ്ട്. പക്ഷേ അതിനകത്തൊന്നും തന്നെ ഉത്തരം, സൊല്യൂഷൻ, ആൻസർ ഇല്ല. ആർക്കും ഇതിനുള്ളൊരു പരിഹാരം, അതായത് ലോകം തന്നെ കടക്കെണിയിലാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞോളാം അടുത്ത വീഡിയോകളിൽ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും സമൂഹ നന്മ കരുതിയാണ് ഇങ്ങനെ ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചത്. എന്തായാലും അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ നബാർഡ് പറഞ്ഞ കണക്കനുസരിച്ചിട്ടുള്ള കടക്കെണിയിൽപ്പെട്ട മുഴുവൻ പേരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുക. ഓക്കെ, തൽക്കാലം വിടവാങ്ങുന്നു. വീണ്ടും നല്ല വിഷയങ്ങളുമായിട്ട് ഞങ്ങൾ വരും. ദയവായി കാത്തിരിക്കുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണിത്. ഓക്കെ, അപ്പോൾ തൽക്കാലം വിട പറയുന്നു. നമസ്കാരം, ശുഭദിനം.